കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിലേക്ക് കൂറ്റൻ മരം വീണ് 2.5 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പച്ചാളം ലൂർദ് ആശുപത്രിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരമാണ് ട്രാക്കിലേക്ക് വീണത്. ഫയർഫോഴ്സും റെയിൽവേ ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പച്ചാളം ലൂർദ് ആശുപത്രിക്ക് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണത് രാവിലെ 9:45-ന്. റെയിൽവേ ലൈനിലേക്ക് വീണ മരം നിന്ന് കത്തിയെന്ന് സ്ഥാപിച്ചു. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ മൊത്തം കത്തണം. അപ്പോൾ അവിടെ തീവനുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മരം മൊത്തം കത്തി കിടക്കുകയാണ്. ഇത് പൊള്ള കിടക്കുന്ന മരം ഉണ്ടേ. ഇത് കുറെ കാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കണപ്പോൾ ഈ മരം മുറിച്ച് മാറ്റാൻ. അപകടം നടക്കുമ്പോൾ മീറ്ററുകളുടെ മാത്രം ദൂരത്തിൽ ഇരു ട്രാക്കുകളിലായി വേണാട് എക്സ്പ്രസും മംഗള എക്സ്പ്രസും. വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. ഉടനടി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഫയർഫോഴ്സും റെയിൽവേ ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ തുടങ്ങി. അതിനിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് മരക്കൊമ്പ് വീണ് പരിക്കേറ്റു. 2.5 മണിക്കൂറോളം ട്രെയിൻ പിടിച്ചിട്ടതോടെ യാത്രക്കാരും വലഞ്ഞു. ഭോപ്പാലിൽ നിന്ന് വരുവാണ്, എറണാകുളം പോകാനുള്ളതാണ്. ഇവിടെ 10 മണിക്ക് വണ്ടി വന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങളിത് ഈ വണ്ടി ഇപ്പം പോകും, നോർമൽ സിഗ്നലാണെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ എന്തോ ഇലക്ട്രിക്കൽ ലൈനിലെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഓട്ടോറിക്ഷ പിടിച്ച് പോകാൻ പതുക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു മാറ്റാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഉച്ചയ്ക്ക് 12 മണിയോടെ ട്രാക്കിൽ നിന്ന് മരം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇരു ട്രാക്കുകളിലൂടെയും ട്രെയിൻ കടന്നു പോകേണ്ട നേരത്താണ് പച്ചാളത്ത് വൻമരം കടപുഴകി ട്രാക്കിലേക്ക് വീണത്. പച്ചാളത്ത് വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്കാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.